ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൊഡ്യൂൾ 17 ആണ്. സെൻറ്റൻസസ് ആൻഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ഹാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഹാഡ് വിത്ത് നൗൺ എന്ന് പറഞ്ഞാൽ പേരുകളാണ്. പേരുകൾ എന്തിൻ്റെ പേരുകളാണ്? സ്ഥലങ്ങളുടെ, ആളുകളുടെ, വസ്തുക്കളുടെ പേരുകളൊക്കെ നമുക്ക് നൗണായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഷീ ഹാഡ് എ മൊബൈൽ ഫോൺ. ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹാഡിൻ്റെ അർത്ഥം വരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് എ മൊബൈൽ ഫോൺ. അവൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ? ചോദ്യം നോക്കിക്കേ, ഡിഡ് ഷീ ഹാവ് എ മൊബൈൽ ഫോൺ? ചോദ്യമാണ്, ഡിഡ് ഷീ ഹാവ് എ മൊബൈൽ ഫോൺ? അവൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ? ഷീ ഹാഡ് എ കാർ. അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു. ചോദ്യമാണെങ്കിലോ, ഡിഡ് ഷീ ഹാവ് എ കാർ? അവൾക്കൊരു കാർ ഉണ്ടായിരുന്നോ? ഷീ ഹാഡ് എൻ ഐഡിയ. അവൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അവൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നോ? ഡിഡ് ഷീ ഹാവ് എൻ ഐഡിയ? ഹി ഹാഡ് എൻ ഓപ്ഷൻ. അവന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എൻ ഓപ്ഷൻ. അവനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നോ? ഡിഡ് ഹി ഹാവ് എൻ ഓപ്ഷൻ? ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എവ്രിബഡി ഹാഡ് എ ലാപ്ടോപ്പ്. എല്ലാവർക്കും ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഡിഡ് എവ്രിബഡി ഹാവ് എ ലാപ്ടോപ്പ്? എല്ലാവർക്കും ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നോ? ഇനി നമ്മൾ വെർബ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഷി ഹാഡ് അറേഞ്ച്ഡ് എവറിത്തിങ്. അവളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഷീ അറേഞ്ച്ഡ് എവറിത്തിങ്? ഹാഡ് ഷീ അറേഞ്ച്ഡ് എവറിത്തിങ്? ഹാഡ് എടുത്തിട്ട് നമ്മൾ ആദ്യം വെക്കുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, ഹി ഹാഡ് ആസ്ക്ഡ്. അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഹി ഹാഡ് ആസ്ക്ഡ് അല്ല, അപ്പോൾ ഹാഡ് എടുത്തിട്ട് ആദ്യം വെക്കുന്നു. ഹാഡ് ഹി ആസ്ക്ഡ്? ഓക്കെ, ഷീ ഹാഡ് മെയ്ഡ്. അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഷീ മെയ്ഡ്? എപ്പോഴും വെർബിൻ്റെ തേർഡ് ഫോമാണ് കേട്ടോ. ഹാസ്, ഹാവ്, ഹാഡ് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ തേർഡ് ഫോമാണ്. ഹി ഹാഡ് ടോട്ട്. അവൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഹി ടോട്ട്? ഹാഡ് ഹി ടോട്ട്? അവൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഹി ഹാഡ് ടോട്ട്. അവൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഹി ടോട്ട്? ഓക്കെ, വേറെ എക്സാമ്പിൾ നോക്കാം. എവരിബഡി ഹാഡ് ഈറ്റൺ. എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നോ? ഹാഡ് എവരിബഡി ഈറ്റൺ? ഹാഡ് എവരിബഡി ഈറ്റൺ? ഓക്കെ, ഷീ ഹാഡ് ഈറ്റൺ ആണെങ്കിൽ ഹാഡ് ഷീ ഈറ്റൺ? ഓക്കെ, എവരിബഡി ഹാഡ് സ്റ്റഡീഡ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഹാഡ് എവരിബഡി സ്റ്റഡീഡ്? നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ചോദ്യം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാഡ് എടുത്തിട്ട് ആദ്യം എഴുതാന്നുള്ളതാണ്. അടുത്ത് നോക്കിക്കേ, ഷീ ഹാസ് റൺ. അർത്ഥം അവൾ ഓടിയിട്ടുണ്ട്. അവൾ ഓടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള എന്താ പറയേണ്ടത്? ഷീ ഹാസിന് പകരം എന്ത് വേണം? ഹാഡ് റൺ. ഷീ ഹാഡ് റൺ. ഹാഡാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷീ ഹാസ് റൺ എന്ന് പറഞ്ഞാൽ അവൾ ഓടിയിട്ടുണ്ട്. ഷീ ഹാഡ് റൺ എന്ന് പറഞ്ഞാൽ അവൾ ഓടിയിട്ടുണ്ടായിരുന്നു. മുൻപത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹി ഹാഡ് ക്രൈഡ്. അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ കരഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിലോ? ഹി ഹാസ് ക്രൈഡ്. ഓക്കെ, അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ക്രൈഡ്. അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നോ? ഹാഡ് ഹി ക്രൈഡ്? മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ. എപ്പോഴും ഓക്സിലറി എടുത്തിട്ട് ആദ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സീരീസിൽ 17 വരെയുള്ള സീരീസിൽ പറഞ്ഞിരുന്നത് ഓക്സിലറീസ് ആണ്. ഓക്സിലറീസ് 24 ഉണ്ട്. അതിൽ ഓർഡിനറി ഓക്സിലറീസ് ആയിട്ടുള്ള 11 അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈസ്, ആം, ആറ്, അതിൻ്റെ സെൻറ്റൻസുകൾ, ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. വാസ്, വേറെ, സെൻറ്റൻസുകൾ, ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഡു, ഡസ്, ഡിഡ്, സെൻറ്റൻസുകൾ പറഞ്ഞു, ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഹാസ്, ഹാവ്, ഹാഡ്, ഇതിൻ്റെയും സെൻറ്റൻസുകളും ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മോഡൽ ഓക്സിലറീസ് ആണ്. മോഡൽ ഓക്സിലറീസ് ഏതാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പിന്നെ ഓരോ ഡിവിഷനായിട്ട് നമ്മുടെ ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡിനറി ഓക്സിലറി ഈസ്, എം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്നിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ മൊഡ്യൂൾ 18 മോഡൽ ഓക്സിലറി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.